ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടുള്ള കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റുള്ള കുഴിമന്തി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. അതിന് വേണ്ടുന്നതാണ് ചിക്കന് വേണം. നമ്മൾ 1 കിലോളം ചിക്കൻ വാങ്ങിയച്ചക്ക് അതിന് വേണ്ടുന്ന കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുരുമുളക് അപ്പാടുള്ള പൊടിയെല്ലാം അപ്പാടുള്ള, പിന്നെ നമ്മളെ സൺഫ്ലവർ ഓയിലും, പിന്നെ നമ്മളെ ചെറിയ ജീരകവും എല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരാം. അങ്ങനെ നമ്മളെ ചിക്കന് കുറച്ച് മസാല ആക്കിയിട്ട് വെച്ചേക്ക്. ബാക്കി പോരാത്ത നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മളെ മാഗി ക്യൂബും, പിന്നെ മല്ലിച്ചപ്പും, പിന്നെ സൺഫ്ലവർ എല്ലാം കൂട്ടിയിട്ട് നല്ലോണം കുഴച്ച് യോജിപ്പിക്കുക. നല്ലോണം യോജിപ്പിച്ച് 3 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മൾ അതിലിട്ടേക്ക്. അങ്ങനെ നമുക്ക് കുഴിമന്തിൻ്റെ അരി നല്ലോണം കഴുകിയിട്ട് പുതിർത്താൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മേലയിൽ ഇട്ട് വെച്ചേക്ക്. അങ്ങനെ നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളെ ബസ്മതി അരി ഊറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, പിന്നെ പിന്നെ മാഗീൻ്റെ ഒരു കൂബ്, നമ്മളെ ഇറച്ചിയിലും മാഗീൻ്റെ കൂബ് ഇട്ടേക്ക. മാഗി കൂബ് ഇട്ട്, പിന്നെ ഉപ്പിട്ട്, പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് നമ്മൾ ചോറ് ഇട്ട് പിടിക്കാണ്ടിരിക്കാൻ, പിന്നെ കുരുമുളക് പൊടി, കറുവപ്പട്ട, പിന്നെ ഉണക്ക് നാരങ്ങ അതെല്ലാം ഇട്ട്, കറുവപ്പട്ട, കറാമ്പ്, പിന്നെ ചെറിയ ജീരകം അതെല്ലാം ഇട്ടിട്ട് നമുക്ക് അരി വെള്ളം പതിച്ചാൽ നമുക്ക് ഇടാം. അങ്ങനെ നമ്മളെ മസാലയിൽ മാഗി ക്യൂബ് 2 മാഗി ക്യൂബ് ഇടണം. ചോറിൽ ഞാൻ 1 കിലോ അരിൻ്റെ മന്തിൻ്റെ ഇതാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മളെ കഴുകി വൃത്തി ഊറ്റി വെച്ച നമ്മളെ കുഴിമന്തിൻ്റെ ബസ്മതി അരിയാണ് വെക്കുന്നത്, നീളമുള്ള ബസ്മതി അരി. അങ്ങനെ നമ്മൾ നല്ലോണം അതിലിട്ട് നല്ലോണം ഇട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് വെച്ച്, അങ്ങനെ നമ്മളെ മസാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് അതിന് നല്ലോണം ഒരു 10 മണിക്കൂർ വരെ നമുക്ക് മൂടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് വെക്കണം. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട്. അങ്ങനെ നമ്മളെ ചോറെല്ലാം വെന്തതിന് ശേഷം 3/4 ഭാഗമാണ് നമുക്ക് വേണ്ടുള്ളൂ. അങ്ങനെ ബസ്മതി അരി നമ്മളെ കുഴിമന്തിൻ്റെ ചോറ് റെഡിയായി നമ്മൾ അരിപ്പയിൽ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാല എല്ലാം വെന്ത് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഈ ചോറ് അതിലിടണം. അടിപൊളി ടേസ്റ്റ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മളെ ചോറ് അതിലിടുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ അതിൻ്റെ ഇതറിയുള്ളൂ. അങ്ങനെ നമ്മളെ ചോറ് അതിലിട്ട് 3-4 പച്ചമുളക് ഇട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇടണം. പിന്നെ നമുക്ക് അതിൻ്റെ മേലിൽ കുറച്ച് കരിക്കട്ടയും വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലിട്ടിട്ട് മൂടിയിട്ട് വെക്കണം. അങ്ങനെ എല്ലാം വെച്ച് അതിൻ്റെ മേലയിൽ നമ്മൾ കരിക്കട്ടയോ സൺഫ്ലവർ ഓയിലും പാർന്നിട്ട് വെച്ച് നമുക്ക് മൂടിയിട്ട് വെക്കാം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിൽ നമുക്ക് വെക്കണം. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് മൂടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മാറ്റിയിട്ട് ഇങ്ങേപ്പുറം വെക്കാം. നമ്മൾ ചോറ് ഇങ്ങേപ്പുറം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇറച്ചി എടുക്കാം. അങ്ങനെ നമ്മളെ ചോറെല്ലാം ഇങ്ങനെ എടുത്ത് നമുക്ക് ഇറച്ചി കഷ്ണം എടുത്തിട്ട് ഈ ചോറ് അതിലിട്ടിട്ട് നല്ലോണം നമുക്ക് മസാലയിൽ കുഴച്ചിട്ടെടുക്കാം.
നമുക്ക് ചോറാകാത്ത ഇറച്ചി ഇങ്ങനെ എടുത്ത് വെക്കാം. അങ്ങനെ നമുക്ക് ചോറ് അതിലിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. നമ്മൾ കളറോ അങ്ങനത്തെ ഒന്നും ഇട്ടിക്കില്ല. നമ്മൾ സാധാ ഇതിട്ടിട്ടാക്കിയതാ. കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും, കുറച്ച് ചെറിയ ജീരകവും, പിന്നെ കുരുമുളകും, പിന്നെ നമ്മളെ സൺഫ്ലവറും എല്ലാം ഇട്ടിട്ട്, പിന്നെ മാഗി ക്യൂബ് 2 ഇട്ടിട്ട് കുഴച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ഉള്ള കുഴിമന്തി റെഡിയായി. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കുക. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.